സാധാരണ എന്റെ വീഡിയോ കണ്ട് ആളുകളാണ് ഇങ്ങനെ കമന്റ് ഇടാറ്. എന്നാൽ ഇത്തവണ നേരെ തിരിച്ചാണ്. അതായത് ഒരാളുടെ കമന്റ് കണ്ടിട്ട് ഷെടാ എന്റെ എക്സ്പീരിയൻസും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയൊരു സിനിമ. പറഞ്ഞു വരുന്നത് 2021 പുറത്തിറങ്ങിയ ജാനേമൻ എന്ന സിനിമയെ പറ്റിയാണ്. മുൻപൊരിക്കൽ ഒരു ആവശ്യത്തിന് തലശ്ശേരി പോയിട്ട് 3-4 മണിക്കൂർ അവിടെ കാത്തുകെട്ടി കിടക്കേണ്ടി വന്നപ്പോൾ നേരെ വെച്ചു പിടിച്ചു ലിബർട്ടിയിലേക്ക്. അവിടെ കണ്ടത് ഈ ഒരു സിനിമയുടെ പോസ്റ്റർ. സംഗതി യങ്സ്റ്റേഴ്സിന്റെ ഒരു മൾട്ടി സ്റ്റാറാണ്. അതിൽ സെന്ററിൽ വരുന്നത് ബേസിൽ ജോസഫ്. ഒരു അഭിനേതാവ് എന്ന നിലക്ക് പുള്ളിയെ മായാനദിയിൽ കണ്ടതായി ഓർക്കുന്നു. കെട്ടിയോളാണ് എന്റെ മാലാക എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും ഒടുവിൽ ജോജി എന്ന സിനിമയിലെ ആ സീരിയസ് ആയിട്ടുള്ള അച്ഛൻ കഥാപാത്രം. എന്നാൽ ആളൊരു മെയിൻ കഥാപാത്രമായി എത്തുന്ന സിനിമ ആദ്യമായാണ് കാണുന്നത്. അങ്ങനെ പടം തുടങ്ങി ആദ്യ ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് മഞ്ഞിനാൽ മൂടപ്പെട്ട ഒരു വിദേശ രാജ്യത്ത് ഒറ്റയ്ക്ക് നടന്നു വരുന്ന നായകൻ. കൂട്ടിനൊരു പഴയ മലയാളം പാട്ടും. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹോംസിക്കായ നമ്മുടെ നായകൻ അമ്മയെ വിളിച്ച് തന്റെ വിഷമങ്ങൾ പങ്കുവെക്കുന്നതാണ്. ആ ഒരു സംഗതി എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആയി. ബിക്കോസ് ഒരു 2018-19 കാലഘട്ടത്തിൽ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന പലരും യൂറോപ്പിലേക്ക് ചേക്കേറിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേസ്, അങ്ങനെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നായകൻ നാട്ടിലെത്തുകയാണ്. ഒപ്പം തന്റെ 30ാമത്തെ ബർത്ത്ഡേ തന്റെ എല്ലാ കൂട്ടുകാരോടുമൊത്ത് ആഘോഷിക്കുക എന്നൊരു അജണ്ടയും നായകനുണ്ട്. അങ്ങനെ ഇത് ആഘോഷിക്കാനായി നായകനും സംഘവും തങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ, അതായത് ഇവരുടെ അയൽവാസിയുടെ വീട്ടിൽ ഒരു മരണവും സംഭവിക്കുന്നു. സോ അടുത്തടുത്ത വീട്ടിൽ ഒരേ സമയം ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഒരു മരണവും. ഇതാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ഇതുവരെ അങ്ങിങ്ങായി ചിരിക്കാൻ ചില സംഗതികൾ ഉണ്ടായിരുന്ന ഒരു ആവറേജ് പടമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് അടുത്തടുത്ത വീടുകളിലെ ലൊക്കേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമ നമ്മെ നന്നായി എന്റർടൈൻ ചെയ്യിക്കും. അത് ചെന്ന് അവസാനിക്കുന്നത് ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റിലും. അങ്ങനെ ആകെ മൊത്തം പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് ആ സിനിമയിലെ കോമഡികൾ കണ്ട് ചിരിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് 0 എക്സ്പെക്ടേഷനുമായി നമ്മളൊരു സിനിമയ്ക്ക് കയറിയിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതായിരുന്നു അത്. എനിവേസ്, ഈ പടം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ബേസിൽ ജോസഫിന്റെ കഥാപാത്രം പറയുന്ന ചില ഡയലോഗുകൾ, അയാൾ എക്സ്പ്രസ് ചെയ്യുന്ന ചില ഫീലിംഗ്സ്, ഇവയൊക്കെ നമ്മളിൽ പലരും ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാതെയും പറയാതെയും വെച്ചവയായിരിക്കും.